എരിപൊരി ആക്രാന്തം. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. അക്കഥയുണ്ണാതങ്ങു നടക്കും മടിയനൊരാക്രാന്തം, ചെളിപുരളാത്തൊരു കതറുകയറ്റാൻ എരിപൊരിയാക്രാന്തം. എരിപൊരിയാക്രാന്തം. സുരേശൻ, പ്രസാദ്, പിന്നെ ഈ എട്ടെടുക്കുമ്പോ എച്ചെടുക്കുമ്പോ പേടിയൊന്നും വേണ്ട. നിങ്ങൾ സാധാരണ എടുക്കും പോലെ എടുത്താ മതി. പേടിയൊന്നുമില്ല പക്ഷേ എന്നാലും ചെറിയൊരു ഉൾവരം. നീ പോയിട്ട് ധൈര്യമായിട്ട് എടുക്കടോ, എന്ത് ടെൻഷൻ അടിക്കാനില്ല. ഒന്നും പ്രശ്നമൊന്നുമില്ല, എടുക്ക്, ധൈര്യമായിട്ട് എടുക്ക്, ധൈര്യരാ. ഈ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററിലും അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് മാറിപ്പോകുന്നു. എനിക്കായിട്ട് കുറച്ചത് അകത്തി വെക്കാം. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. ഇനിയൊരു സംശയവും വേണ്ടെന്ന്, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വണ്ടി എടുക്ക്. ആ കമ്പി നല്ലോണം അടുത്തു പോയി മാഷേ, ഒന്ന് അകത്തേക്ക് കുത്താൻ പറയാ. അതൊരു ഐഡിയ ആണ് പക്ഷെ കമ്പി ലേശകത്തിനെങ്കിൽ ഞാനും എന്തായാലും പാസ്സാവും. 20 വർഷമായി ഞാൻ ഈ കയ്യിൽ കുത്തുന്നു. സമയം വേപ്പോ സമയം. എല്ലാവരും കടലാസ് കൊടുക്കും. എല്ലാവരും അവരവരുടെ ആധാർ, SSLCയുടെ കോപ്പി എല്ലാം സാറേയുമ്പോൾ കൊണ്ടു കൊടുത്തോ. വേഗം സമയമായി, വേഗം പോയിക്കോ. റേഷൻ കാർഡിന്റെ കോപ്പി വേണോ പക്ഷേ? റേഷൻ കാർഡിന്റെ കോപ്പി ഒന്നും വേണ്ട. അത് റേഷൻ കാർഡിന്റെ കോപ്പി എല്ലാം വെച്ചിട്ട് വേഗം സാറേയുമ്പോൾ കൊടുക്ക് കേട്ടോ. സാറേ ഇത് ഇപ്രാവശ്യം ഒന്ന് പാസ്സാക്കി തരണം സാറേ. ഇത് മൂന്നാമത്തെ ചാൻസ് ആണ്. എനിക്ക് ഇതിനൊന്നും ചെയ്യാനില്ല. കമ്പി തട്ടാതെ വണ്ടി എടുത്താൽ പാസ്സാവും, മനസ്സിലായില്ലേ? സാർ കമ്പിയാണ് സാർ പ്രശ്നം. കമ്പിയിൽ ഞാൻ സുഖമായിട്ട് എടുക്കലുണ്ട്. ഏടുന്നോ കൊണ്ടതിന് വേണ നീ കടലാസ് കൊടുത്തില്ല? ഞാൻ കൊടുക്കാം. അതിന് നിന്റെ നമ്പർ ആയിട്ടില്ലടോ, സമയത്തില്ലോ. ലേശം തിരക്കുണ്ട് സാർ, ആയിക്കോട്ടെ ഒന്ന് വേഗം ആയി. ലേശം തിരക്കുണ്ട്. അപ്പൊ തിരക്കല്ലേ നീ വണ്ടി എടുക്കല്? വണ്ടി അങ്ങനെയല്ല സാർ എടുക്കുന്നത്. അമ്മേരെയും ഓളെല്ലാം മാലയും വളയെല്ലാം പണയം വെച്ചിട്ട് അങ്ങനെ സാർ എടുക്കുന്ന വണ്ടി. ഇന്ന് ആരപ്പ ഞാൻ കണിയേണ്ടത്? സാർ നല്ല തണുത്ത വെള്ളമുണ്ട്, ദേശം കുടിക്കേ, എല്ലാം സമാധാനാവും. ആ വെള്ളം ഞാൻ കുടിക്കാം. കുടിപ്പിക്കാനീന്ന് വെള്ളം. സാറേ, സാറിന്റെ നക്ഷത്രം സാറേ? ജന്മനക്ഷത്രം? ഉത്രട്ടാതിയല്ലേ? എനക്കറിയാം. അതുകൊണ്ട് സാറിന്റെ പേരിൽ ഞാനൊരു പൈങ്കൂറ്റി ഏൽപ്പിച്ചു. ഇന്നെന്റെ ടെസ്റ്റാണല്ലോ, അതുകൊണ്ട് എന്നെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സാറിന് നല്ല മനസ്സ് തോന്നാൻ വേണ്ടി ഞാനൊരു പൈങ്കൂറ്റി ഏൽപ്പിച്ചു സാറേ. ഇല്ല, ഞാൻ സാറിന്റെ പേരിൽ ഒരു പൈങ്കൂറ്റി ഏൽപ്പിച്ചു. എല്ലടോ, നിന്റെ കുട്ടികൾ എന്താ ഇങ്ങനെ എല്ലാരും? അല്ല സാർ, എല്ലാം വയസ്സന്മാരാന്ന് ഒപ്പിച്ചു പോണ്ടേ സാർ. ഒരു പാവത്താനാ സാർ. നിങ്ങളുടെ പേരിൽ പൈൻകുറ്റി അയച്ചില്ലേ, മുത്തപ്പന്റെ പ്രസാദാണ് സാർ, കൈക്ക്.
ഉറുപ്പിണ്ട് സാർ. ഇയാളത് കിട്ടിയിട്ടുമില്ല. സർ അത് ഗൂഗിൾ പേ മരുവോടെ പേരിൽ ചെയ്യാം. ഇന്നലത്തത് മരുവോന്റെ പേരിൽ ചെയ്തിനെ അത് നോക്കിയിട്ടാണ് സർ. നിങ്ങൾ പറഞ്ഞ ബക്കാടി ലെമൺ കിട്ടിയിട്ടാ സർ. ഇത് ബ്ലാക്ക് ഗോൾഡ് മോശമില്ല, നല്ല സാധനമാണ്. ഈ ബ്ലാക്ക് ഗോൾഡിന്റെ വൈറ്റ് ഗോൾഡ് ഇറങ്ങുന്നുണ്ടോ? ഉണ്ട് സർ. അത് നാളത്തേക്ക് നമുക്ക് ശരിയാക്കാം. എനക്ക് ഏതും പോവും, പക്ഷെ ചങ്ങായിക്ക് തന്നെ വേണം. എനിക്കിത് പ്രശ്നമല്ല സാർ. വീടിന്ന് മാറിപ്പോയ MPD ഇല്ലേ, അയാൾ 3X ആണ് കഴിക്കല്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാനും കഴിക്കും. ഇപ്പൊ എനിക്കൊരു പ്രശ്നമല്ല, അത് ഏതും കഴിക്കും. അല്ല നിങ്ങൾ ഇപ്പൊ ഈ ചോറ്റുപാത്രത്തിൽ ഇത് കൊണ്ടുവരില്ല കേട്ടാ. എന്താന്നറിയാം, ഇടയ്ക്ക് ഇത് മാറ്റിക്കൊണ്ടിരണം. നിങ്ങൾ ഈ വൈകുന്നേര സമയത്ത് ഈ ചോറ്റുപാത്രം എടുത്തിട്ട് വരുന്ന സമയത്ത് ആള് സംശയിക്കും. അപ്പൊ അത് മാറ്റിയിട്ട് ഇനി വരുമ്പോ വേറെ എന്തെങ്കിലും രീതിയിൽ മാറ്റിയിട്ട് കൊണ്ടുവരണം. ചോറ്റുപാത്രത്തിൽ തന്നെ എടുക്കണ്ട എല്ലാ ദിവസവും. നല്ല ഇലയുടെ ചുട്ട് കൊണ്ടുവന്നവരെ കൊണ്ടുവന്നാലോ സാർ? ആ അത് ബെസ്റ്റ്. അത് പെട്ടെന്ന് സംശയിക്കുകയും ചെയ്യില്ല. ഇനി മാറ്റി അങ്ങനെ കൊണ്ടുവന്നാൽ മതി. എന്നാൽ അതാണല്ലേ. അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നാൽ മതി, ആരും സംശയിച്ചൂടാ. എല്ലാരും ബാ, റോഡ് ടെസ്റ്റ് ആണ്. ബാ എല്ലാരും ബാ, വണ്ടി കയറി ബാ. ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് ഔട്ടോ. ഞാനിതിരിക്കും ബ്രേക്ക് ഔട്ട് ഇല്ല. അപ്പുറത്തെ മാഷിലെ ബ്രേക്ക് ഔട്ടില് നീ എല്ലാരും കൊല്ലട്ടില്ലപ്പോ എന്തോന്നത്? എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. അക്കഥയുണ്ണാതങ്ങു നടക്കും മടിയനൊരാക്രാന്തം, ചെളിപുരളാത്തൊരു കതറുകയറ്റാൻ എരിപൊരിയാക്രാന്തം. എരിപൊരിയാക്രാന്തം